ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മളിതാ അടുക്കളയിൽ എത്തി. നമ്മളെ അടുക്കള ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ചായക്ക് ദോശയും ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി അരിയൊക്കെ അരച്ച് കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം അരച്ചൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. രാവിലെ ചായക്ക് കടി ദോശയാണെങ്കിൽ പിന്നെ വേഗം ഉണ്ടല്ലോ പരിപാടി. ചട്ടി അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ. നമ്മളെ ദോശ അങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കണുണ്ട് കേട്ടോ. പിന്നെ ദോശയ്ക്കുള്ള ചട്ടിണിക്ക് തേങ്ങയൊക്കെ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ചെറിയുള്ളി, ചെറിയൊരു പൊട്ടി ഇഞ്ചി കഷ്ണം, പിന്നെ പച്ചമുളക്, കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാട്ടോ അരച്ചിട്ട് അങ്ങനെയാണ് ചട്ടിണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിണിയും ദോശയൊക്കെ ചുടലും ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഴച്ചാറലുണ്ടായിരുന്നു ഇടക്കിടക്ക്. ഇന്ന് പിന്നെ വെയിലൊന്നും ഇല്ലാതെ മഴക്കാർ മൂടിയ പോലെ ഒരു ദിവസമല്ലായിരുന്നു. പിന്നെ അതാ നമുക്കിന്ന് കൂട്ടാൻ ഉണക്കമീനാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ട് ഇനി അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടാട്ടോ മസാല തിരുമ്പണത്. അപ്പോൾ ഞാനതൊക്കെ ഇനി പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഒന്ന് നമുക്ക് തക്കാളിക്കറിയാണ് കേട്ടോ. തക്കാളി കൊണ്ടൊരു അടിപൊളി കറി ഉണ്ടാക്കുകയാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറ് വിളമ്പുന്ന സമയത്ത് നമുക്ക് വേഗം ഉണ്ട് ഈ കറി ഉണ്ടാക്കാൻ. അപ്പം ഞാൻ തക്കാളിയൊക്കെ എടുത്ത് നുറുക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചിപ്പൊട്ടും വെളുത്തുള്ളിയൊക്കെ അത് കരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതാക്കി. എന്നിട്ട് ഞാനത് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിക്കിട്ട് നല്ലോണം ഇളക്കി വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളതിക്ക് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളെ കറി ഇന്നത്തെ കേട്ടോ, തക്കാളി കടുകറുത്ത കറി. അപ്പോൾ മക്കളെ, നമ്മൾ തക്കാളിക്കറി ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണു. മീൻ പൊരിച്ചതാ വെച്ചിരിക്കണു. ഇതന്നെയാണെന്ന് നമ്മളെ ഉച്ചക്കത്തെ സ്പെഷ്യൽ കേട്ടോ. പിന്നെ നമ്മൾ 4 മണിയായപ്പോൾ നമ്മളിന്ന് കുറേ ദിവസമായിരുന്നു കുട്ടികൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ പറച്ചിൽ കൊടുത്തിട്ട്. അപ്പോൾ കുറച്ച് കോഴി കൊടുന്നത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനത് എടുത്തിട്ട് നിന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളൻകിഴങ്ങൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോഴി ഞാൻ കുക്കറിലിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അതിക്കില്ല ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുക കേട്ടോ. ഉള്ളി വാട്ടി പിന്നെ അതിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, വലിയ ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉള്ളിക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ വേവിച്ച് ഉടച്ച് വെച്ചത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ ചിക്കനൊക്കെ വേവിച്ചത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം അതൊന്ന് ഇളക്കിയൊക്കെ ഇതാക്കി എടുക്കട്ടെ. അപ്പോൾ അതാ നമ്മളെ കട്ട്ലേറ്റിക്കില്ല മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിക്കണത്. എൻ്റെ ഒരു രീതിയിൽ അങ്ങനെ ഉണ്ടാക്കിക്കുക കേട്ടോ. പിന്നെ അത് ഞാനിങ്ങനെ ഉരുളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തി എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കിയപ്പോൾ റിനിമോളാണ് കേട്ടോ അത് കോഴിമുട്ടയിലൊക്കെ മുക്കിയെടുത്ത് ബ്രെഡ് പൊടിയൊക്കെ അതിൻ്റെ മേലെ കൂടി ആക്കി എടുക്കണത്. അപ്പോൾ അതുമ്മക്കൂടി ബ്രെഡിൻ്റെ പൊടിയൊക്കെ നല്ലോണം ആക്കി കൊടുത്തിട്ട് നമ്മളതിങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെ നമ്മൾ അടിപൊളി കട്ട്ലേറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റും ചായയും കുടിക്കണം. അപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 മണിൻ്റെയൊക്കെ മുന്നേ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ചോറ് തിന്ന് കുറച്ച് കഴിഞ്ഞൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ അപ്പോൾ വേഗം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് 4 മണി കഴിഞ്ഞാൽ അയൽക്കൂട്ടത്തിനൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ചോറ് തിന്നിട്ടൊന്നും റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് നമ്മൾ അയൽക്കൂട്ടത്തിന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണിത്. ഞങ്ങളിങ്ങനെ നടന്ന് പോണ വഴിക്കുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.